Hello my dear students, welcome back to Eagle Learning. So മക്കളെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും നേരിടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പരിചയപ്പെടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്പ്രഷൻ തരും, അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. രണ്ട് മെത്തേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താൽ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരൊറ്റ വീഡിയോ നമുക്ക് എന്താക്കാം, സെറ്റ് ആക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണുക, അതേപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മക്കളെ. സോ അതിൽ ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ കാര്യമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ ജനറലി നമുക്ക് വരാൻ ചാൻസ് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ, എങ്ങനെ വരികയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരികയാണെങ്കിൽ നമ്മൾ എക്സിന് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ കോട്ട് തീറ്റ. ഇനി അതേപോലെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരികയാണെങ്കിൽ എ സൈൻ തീറ്റ എന്ന് എക്സിന് കൊടുക്കാം, അല്ലെങ്കിൽ എ കോസ് തീറ്റ എന്ന് എക്സിന് കൊടുക്കാം. ഇനിയല്ല എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരികയാണെങ്കിൽ എക്സിന് പകരം എ സീക്ക് തീറ്റ, അല്ലെങ്കിൽ എക്സിന് പകരം എ കൊസീക്ക് തീറ്റ എന്ന് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഈ എ എന്ന് പറയുന്ന ആൾക്കാരെ കാണുക, എക്ക് പകരം 1 വരിക. എന്താണ് എക്ക് പകരം 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ എക്ക് പകരം എന്ത് കൊടുത്താലും മതി, 1 കൊടുത്താൽ മതി. അതെങ്ങനെയാ വരാന്നറിയോ? ഇതാ ഇവിടെ കാണുന്നുണ്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് പകരം ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ. ഇനി അതേപോലെ 1 മൈനസ് എക്സ് സ്ക്വയർ വന്നാലോ എക്സിന് പകരം സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. ഇവിടെ 1 വന്നപ്പോൾ ഈ എ എന്തായി, ഈ എക്സ് സൈൻ തീറ്റ മുമ്പിൽ വരുന്ന എ എന്തായി പോയി, അത് 1 ആയി പോയി, അത്രയേ ഉള്ളൂ. ഇനി എക്സ് സ്ക്വയർ മൈനസ് 1 വരികയാണെങ്കിലോ എക്സിന് പകരം സീക്ക് തീറ്റ ഓർ കൊസീക് തീറ്റ. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരേണ്ടത്. ഇത് കൃത്യമായിട്ട് എന്താക്കുക, ഈ കാണുന്ന 3 ആൾക്കാരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഈ ടേബിൾ പഠിച്ചാൽ മതി, സബ്സ്റ്റിറ്റ്യൂഷൻ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ട് മാറും. പിന്നെ അതേപോലെ വരുന്നതാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യുക. അത് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ +1 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താക്കും, ഇതിൽ വരാൻ ചാൻസ് ഉള്ള, നമ്മുടെ ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താക്കാം, വെറുതെ ഡിലേ ആക്കാതെ വേഗം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രസ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് √1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് റൂട്ടിനകത്ത് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആണ്. അപ്പം നമ്മൾ പഠിച്ചൊരു ഫോമിലില്ല, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോമിലല്ല ഉള്ളത്. ഈ ഒരു ഫോമിലല്ല, അല്ലെങ്കിൽ ഈ ഒരു ഫോമിലല്ല വരുന്ന ഫോം എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫോം ആണ്, അല്ലെങ്കിൽ ട്രിഗണോമെട്രി വരേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റ് അകത്ത് സംതിങ് ആണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഇയാളെ ടാൻ ഓഫ് സംതിങ് ആക്കി മാറ്റണം. ഇത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ആളെ ടാൻ ഓഫ് സംതിങ് എന്ന് ആദ്യം ആക്കി മാറ്റുകയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. ഇനി സൈൻ ഇൻവേഴ്സ് ആയാലും കോസ് ഇൻവേഴ്സ് ഒക്കെ ആയാലും ഈ സെയിം പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് എന്നുള്ളത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ആളെ ടാൻ ഓഫ് സംതിങ് ആക്കി മാറ്റുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനിവിടെ നമ്മൾ ചെയ്യേണ്ടത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഐഡന്റിറ്റി ഉണ്ട്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അതേപോലെ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, നമ്മൾ +1 ഇത് പഠിച്ചിട്ടില്ല സാറേ, ഇതെങ്ങനെ വന്നു എന്നുള്ളത്. എടാ 1 മൈനസ് കോസ് എക്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വന്നുള്ളത്. 1 പ്ലസ് കോസ് എക്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കോളും. എടാ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ +1 ഇത് പഠിച്ചിട്ടില്ല, പക്ഷേ മേ ബി പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ പഠിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് നിങ്ങൾ പഠിച്ചതാണ്. റെഡി ആണല്ലോ? ഇനി ഇതിൽ ഞാനൊരു കാര്യം ചെയ്യുന്നത് 2x എന്ന് പറയുന്ന ആളെ എക്സ് ആക്കി മാറ്റാണ്. നമ്മളിവിടെ കാണുന്നത് എന്താണ്, എക്സ് ആണുള്ളത്. സോ കോസ് 2x എന്നുള്ളത് കോസ് എക്സ് ആക്കി മാറ്റുന്നു. കോസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെ അല്ല കേട്ടോ, x/2 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് അല്ലേ കാണുന്നത്. ഈ എക്സ് എന്തായിട്ട് മാറപ്പോൾ ഇത് 2x ആകുമ്പോൾ ഇതിവിടെ എക്സ് വന്നു, അതിന്റെ പകുതിയായിട്ട് മാറി. ഇവിടെ എക്സ് ആകുമ്പോൾ ഇയാൾ എന്തായിട്ട് മാറും, അത് x/2 ആയിട്ട് മാറണ്ടേ? ആവണല്ലോ, കാരണം നേരെ പകുതിയാണ് ആവേണ്ടത്. സോ 1 മൈനസ് 2 സൈൻ സ്ക്വയർ x/2 എന്ന് വന്നു. റെഡി ആണല്ലോ? ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്താൽ മതി. നമുക്കിവിടെ റൂട്ടിനകത്ത് ന്യൂമറേറ്ററിൽ വരുന്ന 1 മൈനസ് കോസ് എക്സ് ആണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഈ കോസ് എക്സിനെ ഇങ്ങോട്ടും -2 സൈൻ സ്ക്വയർ x/2 ഇങ്ങോട്ടും കൊണ്ടുവന്നു. സോ 2 സൈൻ സ്ക്വയർ
എക്സ് ബൈ ടു ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് എന്ന് വന്നു. അതായത് 1 മൈനസ് കോസ് എക്സ് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. നമ്മൾ എന്ത് കൊടുത്തു? ഈ ഐഡി യൂസ് ചെയ്തിട്ട് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ന് കൊടുത്തു. അതേപോലെ 1 പ്ലസ് കോസ് എക്സിന്റെ കേസും വരുന്നത് എടാ കോസ് 2x വേറൊരു ഫോർമുലയാണ്. കോസ് 2x വേറൊരു ഫോർമുലയാണിത്. കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫോർമുല, ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് എക്സ് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണെന്ന് കിട്ടും. ഇത് നേരെ ഇവിടെ നമ്മൾ എന്താക്കുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വന്നു. ഈ റൂട്ട് ടു ക്യാൻസൽ ആയി. പിന്നെ റൂട്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 സൈൻ എക്സ് ബൈ 2 ആണ്. റൂട്ട് കോസ് സ്ക്വയർ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്താണ്? സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2. സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ബൈ 2 ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ sin x by 2 by cos x by 2 tan x by 2 ആയിട്ട് മാറും. ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x by 2 എന്ന് വന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ കാണുന്ന ആള് tan ഇൻവേഴ്സ് ഓഫ് tan ഓഫ് സംതിങ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തൂടെ? tan ഇൻവേഴ്സ് ഓഫ് tan x എന്താണ്? x ആണ്. അങ്ങനെയാണ് tan ഇൻവേഴ്സ് ഓഫ് tan x by 2 എന്തായിട്ട് മാറും? x by 2 ആയിട്ട് മാറും. ഈക്വൽ ടു എന്ത് കിട്ടി? x by 2 എന്ന് കിട്ടി. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ സിംപ്ലസ്റ്റ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ബൈ 2 ആണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇത് നമുക്ക് കാര്യം ചെയ്താലോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ മക്കളെ, ഇവിടെ വരുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്യണം, അതേപോലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്യുകയും വേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം ഐഡിയ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ആള്, പുറത്ത് ടാൻ ഇൻവേഴ്സ് ഉണ്ട്, ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ആൾ എന്താക്കണം? ടാൻ ഓഫ് സംതിങ് ആക്കി മാറ്റണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സിന് എന്ത് കൊടുക്കും? എടാ നിങ്ങൾ നോക്കിക്കേ, 1 പ്ലസ് എക്സ് സ്ക്വയർ കാണുന്നുണ്ട്. 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയപ്പോൾ ഒന്നെങ്കിൽ ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കൊടുക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ടാൻ തീറ്റ കൊടുത്തു നോക്കാം. എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻ തീറ്റ കൊടുക്കുന്നു. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറും കേട്ടോ. അത് അവിടെ നോട്ടെ. ഇനി നമ്മൾ കൊടുക്കുന്നു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എക്സ് സ്ക്വയർ എന്തായാലും മാറും. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ എക്സിന് പകരം എഗെയിൻ ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നമ്മൾ പഠിച്ചതാണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ അല്ലേ? നമ്മൾ +1 പഠിച്ച ഒരു ഐഡന്റിറ്റി ആണെന്ത്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു അപ്പം എന്തായാലും മാറി റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റക്ക് ഒരു കാര്യം ചെയ്യാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കൊടുക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. റെഡി ആണല്ലോ. ഇനി നമുക്ക് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. സോ സീക്ക് തീറ്റ മൈനസ് 1. അതേപോലെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്തായാലും മാറും? ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരുന്നു. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവേ. ഓക്കെ, ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സീക്ക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സീക്ക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ എന്തായിട്ട് വരിക? 1 വരിക. ഇങ്ങനെ 1 കിട്ടി. എടാ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ അല്ലേ? സോ 1 ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. സോ സീക്ക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. സോ 1 മൈനസ്. പിന്നെ അതേപോലെ തന്നെ 1 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോസ് തീറ്റ തന്നെയാണ്. സോ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വന്നു. റെഡി അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ,
1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 1 മൈനസ് സൈൻ എക്സിന് നമ്മൾ ഇവിടെ എന്തോ കൊടുത്തല്ലോ, 1 മൈനസ് കോസ് എക്സിന് നമ്മൾ എന്താ കൊടുത്തത്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുക്കാം. എക്സിന് പകരം തീറ്റ എന്നുള്ളൂ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുത്തു. റെഡി ആണല്ലോ. ഇനി ഞാനൊരു കാര്യം കൂടി ചെയ്യാണ്. ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ കാണുന്നുണ്ട്, ഇയാൾക്കൊന്ന് മാറ്റണം, ഇയാളെ നമുക്കൊന്ന് മാറ്റി ഇടണം. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്തായിട്ട് മാറും? 2 തീറ്റയ്ക്ക് പകരം ഇവിടെ തീറ്റ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളുകൾ എന്തായിട്ട് മാറും? അതിൻ്റെ പകുതിയായിട്ട് മാറും. 2 തീറ്റ വന്നപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആകുമ്പോൾ തീറ്റ ബൈ 2 ആയിട്ട് മാറും. സോ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്നും കൊടുക്കാം. 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ഇനി നിങ്ങൾ നോക്കിക്കേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ 2 2 ക്യാൻസലായി. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഒരു സൈൻ തീറ്റ ബൈ 2 ഈ സൈൻ തീറ്റ ബൈ 2 ക്യാൻസലായി. ഈക്വൽ ടു എന്ത് വന്നു? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, നിങ്ങൾ നോക്കണേ, സൈൻ തീറ്റ ഒരു സൈൻ തീറ്റ ബൈ 2 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലോ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. സോ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ടാൻ തീറ്റ ബൈ 2 ആയിട്ട് മാറില്ലേ? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 എന്ന് വന്നു. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റില്ലേ വേണ്ടത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്ന ഫോമായി ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസലായി. ബാക്കി എന്ത് വന്നു? തീറ്റ ബൈ 2 എന്ന് കിട്ടി. ആൻസർ ആയോ? കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം അവരെ മാറ്റി ഇടണം ഇൻ ടേംസ് ഓഫ് എക്സ്. അതായത് എക്സ് ഈക്വൽ ടാൻ തീറ്റ എന്ന് കൊടുത്തു. അങ്ങനെയാണ് തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? തീറ്റന്റെ ഫോമിലാണ്. തീറ്റനെ മാറ്റി എന്താക്കണം? എക്സിന്റെ ഫോമിലേക്ക് മാറ്റണം. സോ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് നമുക്കറിയാം. സോ ലാസ്റ്റ് നമ്മൾ എന്താക്കുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് തീറ്റക്ക് പകരം കൊടുക്കുന്നു. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്, ഇയാളെന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എഗെയിൻ എക്സ്പ്രസ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ ഇതിന്റെ ആക്ച്വലി ആൻസർ ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നില്ല. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്നു? നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഐഡന്റിറ്റിയിലേക്ക് മാറ്റാൻ പറ്റുമോ? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി ഞാൻ കാര്യം യാണ്. യെസ്, നമുക്ക് ഈ കാണുന്ന എക്സ്പ്രഷനിൽ ബ്രാക്കറ്റിനകത്ത് വരുന്ന ആളെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് കോസ് എക്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിനകത്താട്ടോ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ ഇവിടെ കോസ് എക്സ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് എന്നും മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നും ന്യൂമറേറ്റർ മാറി. ഹോൾ ഡിവൈഡ് ബൈ എഗെയിൻ ഇവിടെ ഡിനോമിനേറ്ററിൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്താക്കാം? കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനകത്ത് ടാൻ ഓഫ് സംതിങ് ആക്കി മാറ്റണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് സംതിങ് ആക്കി മാറ്റണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, കോസ് എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ഇവിടെയും കോസ് എക്സ് ബൈ കോസ് എക്സ് 1 ആയിട്ട് മാറുന്നു. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആയിട്ട് മാറുന്നു. ടാൻ എക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. റെഡി അല്ലേ? ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാം എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചപ്പോൾ ഇവിടെ ഒരു 1 കാണുന്നുണ്ട്. ഈ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ എന്താ? ടാൻ പൈ ബൈ 4 ഈക്വൽ ടു അത് 1 അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ 1ന് പകരം ടാൻ പൈ ബൈ 4 എന്ന് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ ഒരു ടാൻ എക്സ് ഉണ്ട്. ഈ ടാൻ എക്സിന് ഞാൻ ഒന്നുകൂടി മാറ്റാണ്. 1 ഇൻറ്റു ടാൻ എക്സ് കൊടുക്കുകയാണ്. 1 ഇൻറ്റു ടാൻ എക്സ് കുഴപ്പമില്ലല്ലോ. ടാൻ എക്സ് ആയാലും 1 ഇൻറ്റു ടാൻ എക്സ് ആയാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ 1ന് പകരം ഞാൻ എന്താക്കുന്നു? ടാൻ പൈ ബൈ 4 കൊടുക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്ന അറിയോ? നമുക്ക് ടാൻ എക്സ് പ്ലസ് വൈ ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. ഇവിടെ ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഈക്വൽ എന്ത് വന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ്
1ന് പകരം tan π/4 മൈനസ് tan x ബൈ 1 പ്ലസ് ഈ 1ന് പകരം എഗെയിൻ എന്ത് കൊടുക്കുന്നു tan π/4 കൊടുക്കുന്നു. സോ tan π/4 ഇൻറ്റു tan x. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ tan x മൈനസ് y എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞ tan x മൈനസ് y എന്ന് പറഞ്ഞാൽ tan ഓഫ് x മൈനസ് y എന്ന് പറഞ്ഞാൽ tan x മൈനസ് tan y ബൈ 1 പ്ലസ് tan x ഇൻറ്റു tan y. ഇതാണ് tan x മൈനസ് y എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ കാണുന്ന ആൾ ആ ഒരു ഫോമിലേക്ക് വന്നില്ലേ? എക്സിന് പകരം π/4ഉം വൈക്ക് പകരം എന്ത് വന്നു? എക്സ് വന്നു. സോ ഇവിടെ tan π/4 മൈനസ് tan x ബൈ 1 പ്ലസ് tan π/4 ഇൻറ്റു tan x എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. എക്സിന് പകരം എന്ത് വന്നത്? π/4 വന്നു, വൈക്ക് പകരം എക്സ് വന്നു. അപ്പോൾ ഈ കാണുന്ന മൊത്തം ഈ എക്സ്പ്രഷനെ, ഈ ടേമിനെ നമുക്ക് എന്താക്കാം? tan x മൈനസ് y എന്ന് എഴുതാം. ഈ എക്സിന് പകരം എന്ത് കൊടുക്കണം? π/4 എന്നും വൈക്ക് പകരം എക്സ് എന്നും കൊടുത്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടുന്നു? ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് tan ഓഫ് π/4 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, tan ഇൻവേഴ്സ് ഓഫ് tan സംതിങ് ആയിട്ട് മാറി. tan ഇൻവേഴ്സ് ഓഫ് tan എക്സിൽ ഈ രണ്ടാൾക്കാരും പോകുന്നു, ബാക്കി എന്ത് വന്നു? ഈക്വൽ ടു π/4 മൈനസ് എക്സ് എന്ന് കിട്ടി. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ സിംപ്ലസ്റ്റ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. π/4 മൈനസ് എക്സ് ആണ് വരിക. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് എന്താക്കുക? ട്രിഗണോമെട്രീനെ ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താക്കാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ tan ഇൻവേഴ്സ് ചെയ്തല്ലേ, സൈൻ ഇൻവേഴ്സ് നോക്കിയാലോ? ഇത് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഇവിടെ റൂട്ടിനകത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ വരുന്നുണ്ട്. എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നെങ്കിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ആണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യുകയാണ്, എനിക്കിവിടെ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ആക്ച്വലി അങ്ങനെയല്ല നോക്കേണ്ടത്, ഈ കണ്ടീഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടോ. നമ്മളൊരു കാര്യം ചെയ്യുന്നു, എക്സിന് പകരം സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിട്ട് മാറും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x, ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? സൈൻ തീറ്റ എന്ന് കൊടുത്തു. സോ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എഗെയിൻ എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് മാറുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? കോസ് തീറ്റ എന്ന് കിട്ടുന്നു. സോ ഈ കാണുന്ന മൊത്തം വരുന്ന ആളും ഞാൻ എന്താക്കുന്നു? ഡയറക്റ്റ് ആയിട്ട് കോസ് തീറ്റ എന്ന് എഴുതുകയാണ്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്തായിട്ട് മാറും? കോസ് തീറ്റ എന്ന് വരുന്നു. സോ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു നമുക്കറിയാവുന്ന കാര്യമാണ് സൈൻ 2 തീറ്റയാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിനകത്ത് സംതിങ് ആണ്. സോ സൈൻ ഓഫ് സംതിങ് ആക്കി മാറ്റണം. എന്തുകൊണ്ടാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന ആളെ സൈൻ ഓഫ് സംതിങ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ 2 തീറ്റ ആയിട്ട് മാറുന്നുണ്ട്. വിച്ച് മീൻസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. സൈൻ വേഴ്സ് സൈനും പോയി, ബാക്കി എന്ത് വന്നു? 2 തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തീറ്റന്റെ വാല്യൂ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുന്നു. സോ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇതല്ല നമ്മുടെ RHS വരുന്നത്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ചെയ്തു വെക്കേണ്ടത്. സോ മക്കളെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം? സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം ചെയ്യാം, ഒരു 4 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. 1, 2, 3, 4. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സിന് പകരം ടാൻ തീറ്റ കൊടുക്കാം. 4 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും എക്സിന് പകരം ടാൻ തീറ്റ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലും എക്സിന് പകരം ടാൻ തീറ്റ. പക്ഷെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സീക്ക് തീറ്റ അല്ലെങ്കിൽ കൊസീക്ക് തീറ്റയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇവിടെ എക്സിന് പകരം കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു
സീക് തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ എന്താക്കുക ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് വരും. അതേപോലെ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ എന്ന് വരും. ഇത് അതേപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ എന്ന് വരും. അതേപോലെ ഇവിടെ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഈ 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടെത്തി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ പഠിക്കാനുള്ളത്. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പമായിട്ട് മാറുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. See you.